Good morning, dear students. So, last day നമ്മൾ പറഞ്ഞത് ആറ്റത്തിൻ്റെ സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്കവറിയാണ്. നമ്മളിതങ്ങ് പറഞ്ഞു പോകുന്നത് ബിക്കോസ് നമ്മൾ ഓൾറെഡി 8th ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതല്ലേ. ഗോൾസ്റ്റീൻ്റെ ഡിസ്കവറി ഇതെല്ലാം പഠിച്ചതല്ലേ. സോ അത് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം how many electrons are there, the same number of protons are also will be there because the matter as a whole is a not positively charged, it is neutral. So equal number of electrons and protons must be there. സോ അങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് വന്ന് ജെ തോംസൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ദ സെയിം എക്സ്പെരിമെൻറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ഗോൾസ്റ്റീൻ. ദ സെയിം എക്സ്പെരിമെൻ്റ് ആണ് ചെയ്തത്. പുള്ളി എന്ത് മാത്രമേ ആ ഒരു ഡിഫറൻസ് ചെയ്തുള്ളൂ. He conducted the experiment in such a way that he gave focus only to the rays which is emitted from anode. ആനോഡിൽ നിന്ന് എന്തെങ്കിലും ഒരു റേ എമിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ ഗോൾസ്റ്റീൻ നോക്കിയുള്ളൂ. ദ സെയിം എക്സ്പെരിമെൻ്റ് ചെയ്തു കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് വെരി സർപ്രൈസിങ് ദാറ്റ് ദ സെയിം നമ്പർ ഓഫ് റേസ് വെയർ എമിറ്റഡ് ഫ്രം ആനോഡ്. കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് എത്ര റേസ് പോന്നോ അതേ നമ്പർ ഓഫ് റേസ് തന്നെ ആനോഡിൽ നിന്ന് തിരിച്ചും പോകുന്നതാണ് ഗോൾസ്റ്റീൻ കണ്ടത്. സോ അങ്ങനെയാണ് ഗോൾസ്റ്റീൻ എന്താ പറയണേ ഡിസ്കവർ ചെയ്തത്. ഇലക്ട്രോൺസ് എത്രയുണ്ടോ അത്രയും തന്നെ എന്തുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസും ഒരു ആറ്റത്തിൻ്റെ അകത്തുണ്ട്. മനസ്സിലായോ? സോ നോക്കിക്കേ, Goldstein discovered positive rays emitted from the anode consisting of positively charged particles, protons. If a perforated disc is used as the cathode, the positive rays may be seen traveling in the direction opposite to the cathode rays. അതാണ് പുള്ളി ഡിസ്കവർ ചെയ്തത്. ഓക്കെ, then conclusion. Positive rays consist of positively charged particles and they are known as protons. കഴിഞ്ഞ വർഷം നമ്മൾ ഇതെല്ലാം പഠിച്ചതല്ലേ. സോ മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 1837 ടൈംസ് ആസ് ഹെവി ആസ് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോണിനെക്കാട്ടിൽ ഒരുപാട് വെയിറ്റ് കൂടുതലാണ് ഒരു പ്രോട്ടോണിന്. ചാർജ് എന്തായിരിക്കും? യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ചാർജും പഠിക്കേണ്ടതാണ്. 1.602 × 10⁻⁻19 കൂളോം. മനസ്സിലായോ? ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ആറ്റത്തിന് പ്രോട്ടോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് സയൻറ്റിസ്റ്റ് വെയർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് വെയർ ദീസ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ സിറ്റുവേറ്റഡ്. അല്ലേ, പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഒക്കെ എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണ്ടേ. അങ്ങനെയാണ് ജെ തോംസൺ his first atom model discovered. And what was J.J. Thomson's first atom model? That is the plum pudding model or watermelon model. അതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. എന്തായിരുന്നു ജെ തോംസൻ്റെ ആറ്റം മോഡൽ പറഞ്ഞത്? സോ ജെ തോംസൺസ് ആറ്റം മോഡൽ ഈസ് ആറ്റം ആസ് എ ഹോൾ ഈസ് എ പോസിറ്റീവ്ലി, ഇത് മൊത്തം പോസിറ്റീവ് ചാർജാണ്. ദെൻ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ embedded in it. So this is the structure of atom according to J.J. Thomson. പക്ഷേ ഇത് ശരിയായ സ്ട്രക്ചർ ആണോ? അല്ല. This is not the actual structure of an atom. Okay, so അത് കഴിഞ്ഞ് വന്ന സയൻറ്റിസ്റ്റ് ആണ് and his name is Rutherford. He put forward or he conducted an experiment and it is known as എന്തായിരുന്നു? ഗോൾഡ് ഫോയിൽ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ഓർക്കുന്നുണ്ടോ അതൊക്കെ? ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, സോ നമുക്കിനി അത് നോക്കാം. സോ ലോർഡ് റുദർഫോർഡ് studied the atom model and discovered the atomic nucleus. പുള്ളി എന്താ ചെയ്തത്? he took a gold foil. ഇത് ഗോൾഡ് ഫോയിലിനകത്ത് ആറ്റംസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കേട്ടോ. സോ പുള്ളി എന്ത് ചെയ്തു? ആൽഫ റേസ് പാസ് ചെയ്തു. ഈ ആൽഫ റേസിനൊരു പ്രത്യേകതയുണ്ട്. ആൽഫ റേ ഹാസ് വിച്ച് ചാർജ്? പോസിറ്റീവ് ചാർജ്. ആൽഫ റേക്ക് എന്ത് ചാർജാണ് ഉള്ളത്? പോസിറ്റീവ് ചാർജ്. സോ അപ്പം ഗോൾഡ് ഫോയിലിനകത്തോട്ട് റുദർഫോർഡ് എന്ത് ചാർജുള്ള റേസാണ് കടത്തിവിട്ടത്? പോസിറ്റീവ് ചാർജുള്ള റേസാണ് കടത്തിവിട്ടത്. ഇപ്പോൾ ജെ തോംസൺ പറഞ്ഞതുപോലെ ഉള്ള ഒരു മോഡൽ ആയിരുന്നെങ്കിൽ ഈ ആൽഫ റേ പാസ് ചെയ്യുമ്പം അവിടെ എന്തായിരിക്കും നടക്കുന്നത്? അക്കോർഡിംഗ് ടു ജെ തോംസൺ ആൻ ആറ്റം ആസ് എ ഹോൾ ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ. അല്ലേ? അപ്പം പോസിറ്റീവ് ചാർജിന് അടുത്തിലോട്ട് വേറൊരു പോസിറ്റീവ് ചാർജ് ചെല്ലുമ്പോൾ എന്തായിരിക്കും? സെയിം ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആണോ? സോ പക്ഷേ അവിടെ അങ്ങനെ ഒരു സംഭവമേ നടന്നില്ല.
എന്തായിരുന്നു റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ് കാണിച്ചത്? എന്തൊക്കെ ഒബ്സർവേഷൻസ് ആയിരുന്നു അവിടെ? ഓർക്കുന്നുണ്ടോ? മോസ്റ്റ് ഓഫ് ദ റേസ് പാസ്ഡ് ത്രൂ ദി ആറ്റം വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. അല്ലേ? കൂടുതൽ റേസും ഒരു കുഴപ്പവും കൂടാതെ കടന്നങ്ങ് പോയി. മനസ്സിലായോ? മോസ്റ്റ് ഓഫ് ദ റേസ് പാസ്ഡ് ത്രൂ ദി ആറ്റം വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. ബട്ട് സം റേസ്, അല്ലേ, എ വെരി ഫ്യൂ നമ്പർ ഓഫ് റേസ് ഡിഫ്ലക്റ്റഡ് ഇൻ ഷോർട്ട് ആംഗിൾസ്. ചെറുതായിട്ടൊന്ന് ഡിഫ്ലക്റ്റ് ചെയ്തു. ചിലത് വളരെ കുറച്ച് റേസ് മാത്രം എന്താണ് ബൗൺസ്ഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്തോ ചെന്നിടിച്ചിട്ട് നേരെ തിരിച്ചിങ്ങ് പോരുന്നു. മനസ്സിലായോ? സോ ദീസ് ആർ ദ 3 ഒബ്സർവേഷൻസ്. എന്തൊക്കെയായിരുന്നു? മോസ്റ്റ് ഓഫ് ദ റേസ് പാസ്ഡ് ത്രൂ ദി ആറ്റം വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. ഓൺലി എ വെരി ഫ്യൂ റേസ് ഡിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ സ്മോൾ ആംഗിൾസ്. വെരി വെരി ഫ്യൂ നമ്പർ ഓഫ് റേസ് ഡിഫ്ലക്റ്റഡ് ഇൻ അല്ലെങ്കിൽ ബൗൺസ്ഡ് ബാക്ക്, നേരെ തിരിച്ചു വന്നു. അപ്പോൾ ഇതിൽ നിന്ന് റുദർഫോർഡിനും ഒരു കാര്യം മനസ്സിലായി. എന്തായിരുന്നു? ജെ തോംസൻ്റെ മോഡൽ ഈസ് ആബ്സല്യൂട്ട്ലി റോങ്. സോ ദാറ്റ് ഈസ് നോട്ട് ദ കറക്റ്റ് മോഡൽ ഓഫ് ആറ്റം. അപ്പം ആറ്റത്തിൻ്റെ മൊത്തം സ്പേസിലും ഒന്നുമില്ല. അതായത് പോസിറ്റീവ് ചാർജും ഇല്ല, നെഗറ്റീവ് ചാർജും ഇല്ല. പോസിറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ റിപ്പൽ ചെയ്ത് പോകുന്നതിനും, നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ അട്രാക്റ്റ് ചെയ്തിട്ട് ഒന്നിനെയും വെളിയിലോട്ട് വിടത്തില്ല. പക്ഷേ ഇത് രണ്ടും സംഭവിച്ചില്ല. ഒരു കുഴപ്പവും കൂടാതെ വെളിയിൽ പോയി. സോ അതിൽ നിന്ന് റുദർഫോർഡിന് എന്താ മനസ്സിലായത്? ആൻ ആറ്റം ആസ് എ ഹോൾ ഹാസ് ആറ്റത്തിൽ മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം ഈസ് എംപ്റ്റി. കൂടുതൽ സ്ഥലവും എന്താണ്? എംപ്റ്റി ആണ്. അതിനകത്തൊന്നുമില്ല. പോസിറ്റീവ് ചാർജും ഇല്ല, നെഗറ്റീവ് ചാർജും ഇല്ല. സോ നമുക്ക് ഇവിടെ നോക്കാം. ഒബ്സർവേഷൻസ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞത് തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് went straight through the foil. Some alpha particles were deflected slightly. Some alpha particles were deflected by large angles. Okay, ഇനി നോക്കിക്കേ എന്തുകൊണ്ടാണ് went straight an atom on the whole is relatively empty. ഓക്കെ, ഇനി കുറച്ച് റേസ് മാത്രം ഡിഫ്ലക്റ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടായിരിക്കും? കാരണം ആ റേസ് നമ്മുടെ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നതിൻ്റെ അടുത്തൂടായിരിക്കും പോയത്. അതുകൊണ്ടാണ് അതിൻ്റെ അടുത്തൂടെ ചെന്നപ്പോൾ ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്തത്. ഓക്കെ, സോ എ കോൺസെൻട്രേറ്റഡ് പോസിറ്റീവ് മാസ് ഈസ് പ്രസൻറ്റ് ഇൻ എ വെരി സ്മോൾ റീജിയൻ ഇൻ ആൻ ആറ്റം. And if the alpha particle is not close to the positive mass, it gets deflected slightly. അടുത്തൂടൊന്ന് പോയി കാണും. അത് കാരണം അത് ചെറുതായിട്ടൊന്ന് ഡിഫ്ലക്റ്റ് ചെയ്തു. ഇനി എന്തുകൊണ്ടായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് വന്നത്? ബിക്കോസ് ആ റേസ് നേരെ ചെന്നിടിച്ചത് എവിടെ ആയിരിക്കും? പോസിറ്റീവ് ചാർജിലായിരിക്കും. ഓക്കെ, if the alpha particle passes very close to the concentrated positive mass, it gets deflected through large angles, and if it approaches at right angles, it get deflected through 360 degree. എന്ന് വെച്ചാൽ നേരെ ചെന്നിടിച്ചതൊക്കെ നേരെ തിരിച്ചു പോരുന്നു. മനസ്സിലായോ? സോ ഇത്രയുമായിരുന്നു റുദർഫോർഡിൻ്റെ ഒബ്സർവേഷൻസ്. അങ്ങനെ റുദർഫോർഡ് ആറ്റത്തിന് ഒരു മോഡൽ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയും ഒബ്സർവേഷൻ വെച്ചിട്ട് റുദർഫോർഡ് കണ്ടുപിടിച്ച മോഡലാണ് സെക്കൻഡ് മോഡൽ ഓഫ് ആറ്റം. സോ നോക്കിക്കേ, പോസ്റ്റുലേറ്റ്സ് ഓഫ് റുദർഫോർഡ്സ് ആറ്റോമിക് മോഡൽ. മാറ്റർ in an atom is located in the space in the center called nucleus. അതായത് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ എവിടെയാണ് ഇരിക്കുന്നത്? സെൻറ്ററിൽ മാത്രം. ഓക്കെ, which is associated with all the positive charge of the atom, while the remaining volume being a large empty space. Since the atom is neutral, sufficient number of electrons must surround the nucleus. കേട്ടോ? പക്ഷേ പുള്ളിയുടെ ആ ഒരു ഒബ്സർവേഷൻസിനകത്തൊന്നും ഇലക്ട്രോണിനെ കണ്ടേയില്ല. ഇലക്ട്രോണെ ചെന്ന് ഇടിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ റുദർഫോർഡ് പറഞ്ഞ എന്താ? എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. പക്ഷേ അവർ ഇതുവഴിയായിരിക്കും കറങ്ങുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും പ്രത്യേക ഒരു പാത്തിൽ കൂടെ, ലൈക്ക് ദ സോളാർ സിസ്റ്റം, അല്ലേ? ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. സോ വാട്ട് ഈസ് ദ മോഡൽ ഓഫ് ആറ്റം ബൈ റുദർഫോർഡ്? ഓക്കെ, സെൻറ്ററിൽ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അതെല്ലാം ന്യൂക്ലിയസിനകത്ത്. വെളിയിലൊരു സെപ്പറേറ്റ് പാത്തിൽ കൂടെ മാത്രമാണ് എന്ത് കറങ്ങുന്നത്? ഇലക്ട്രോൺസ് കറങ്ങുന്നത്. സോ ദിസ് ഈസ് ദ ആറ്റം മോഡൽ ഓഫ് റുദർഫോർഡ്. മനസ്സിലായോ?